എന്ത് വിഭവം തയ്യാറാക്കി എടുക്കാനാണെങ്കിലും അത് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വേണ്ടേ കഴിക്കാനായിട്ട്. ഇനിയിപ്പോ കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്തിയാണെങ്കിലോ പഴം കണ്ടിച്ചാൽ പോലും മുറിയാത്ത അത്രയും മൂർച്ചയില്ലാത്തത്. അങ്ങനെ മാറി മാറി കത്തികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലൊരു റീൽസ് കണ്ടത്. ഈ ഒരു റീൽസ് കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്നൊന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ ഓർഡർ ചെയ്തു. അധികം വിലയൊന്നും ഇല്ലല്ലോ, പോയാ പോയി എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. പക്ഷേ ആള് സൂപ്പറാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ഏത് കത്തിയും ആവട്ടെ ഇതുപോലെ ഒന്നങ്ങോട്ട് ഉരച്ചെടുത്താൽ മാത്രം മതിയാകും. കുറച്ച് ഉരച്ച് നോക്കിയതിന് ശേഷം ഇതുകൊണ്ടൊന്ന് കൈകൊണ്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആള് പുലിയാണെന്ന്. അങ്ങനെ അപ്പം തന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കത്തികളും ഞാനൊന്ന് മുറിച്ച് വെപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടിങ്ങിനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് ഇതുപോലൊരു സംഭവം വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു കട്ടിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് എല്ലാ കത്തിയും ഞാനിവിടെ മുറിച്ച് വെപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മീനും കിട്ടി. ഇനിയിപ്പോൾ റീൽസിൽ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് നോക്കണ്ടേ. അങ്ങനെ വേഗം തന്നെ ഒരു കത്തി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ നോക്കുവാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മീനൊക്കെ മുറിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ ഒരു റീൽസ് കിടുവാണ് കേട്ടോ. ഇനി കത്തിക്ക് മുറിച്ച് കൂട്ടാനായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങി ഓടണ്ട, ഇതുപോലൊരു സംഭവം വാങ്ങിച്ച് സൂക്ഷിച്ചോളൂ. അധികം ഒന്നും വിലയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു പ്രമോഷൻ വീഡിയോ ആണെന്ന് നിങ്ങളാരും കരുതല്ലേ. എനിക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസവും വരാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.